SSC റെയിൽവേ പരീക്ഷയ്ക്കുള്ള ഹിസ്റ്ററിയുടെ സീരീസാണ്. കഴിഞ്ഞ വീഡിയോയിൽ മുസ്ലിം ഇൻവേഷൻസ് ആയിരുന്നു നോക്കിയത്. അതിനുശേഷം അതിൻ്റെ ഭാഗമായിട്ട് ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ ആദ്യത്തെ ഡൈനാസ്റ്റിയായ സ്ലേവ് ഡൈനാസ്റ്റി കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് ഡൽഹി സുൽത്താനേറ്റിലെ ഒരു രണ്ടാം ഭാഗം വീഡിയോ ആണ്. മറ്റേ വീഡിയോയും ഇതുവരെയുള്ള 17 വീഡിയോസും ഒരു പ്ലേലിസ്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഡൈനാസ്റ്റിയായ ഖിൽജി ഡൈനാസ്റ്റി. ലാസ്റ്റ് വീഡിയോ അവസാനിച്ചത് സ്ലേവ് ഡൈനാസ്റ്റിയിലെ കുറച്ച് റൂളേഴ്സിനെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ടായിരുന്നു. ആദ്യം ഐബക്ക്, പിന്നെ അതിന് ശേഷം വരുന്ന ഷംസുദ്ദീൻ ഇൽത്തുമിഷിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകളായിട്ടുള്ള റസിയ സുൽത്താന വരുന്നു. ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഏറ്റവും അവസാനം ബാൽബൻ, പിന്നെ അതിനുശേഷം ബാൽബൻ്റെ ഗ്രാൻഡ് സൺ ആണ് കൈക്യൂബാദ്. ഇതിലാണ് കഴിഞ്ഞ റൂളർ അവസാനിച്ചത്. കൈക്യൂബാദാണ് അവസാനത്തെ മാമലൂക്ക് ഡൈനാസ്റ്റി റൂളർ. ഇനി അതിന് ശേഷം വരുന്നതാണ്, ഈ കൈക്യൂബാദിന് ശേഷം വരുന്നതാണ് ഖിൽജി ഡൈനാസ്റ്റി. അടുത്ത രണ്ടാമത്തെ ഡൽഹി സുൽത്താനേറ്റിലെ പുതിയ ഡൈനാസ്റ്റിയാണ് ഖിൽജി ഡൈനാസ്റ്റി. ഈ നമ്മൾ ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രദേശം, ആ പ്രദേശത്ത് ഒരുപാട് റൂളേഴ്സ് വരുന്നു. അപ്പോൾ ഓരോ റൂളറും ഒരു ഫാമിലിയിൽ പെടുന്നവരാണെങ്കിൽ അത് ഒരു ഡൈനാസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇനി എക്സാമ്പിളായിട്ട് പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസ്സിലെ തന്നെ കുറേ ആളുകൾ ഭരിക്കുന്നു. പിന്നെ ഡൽഹി കേന്ദ്രമാക്കിയിട്ട് ഇന്ത്യ ഭരിക്കുന്നു. പിന്നെ അതിന് ശേഷം ഇപ്പം BJP വരുമ്പം BJPയിലെ കുറേ റൂളേഴ്സ് ഭരിക്കും. അപ്പം അങ്ങനെ അതാണ് ഈ ഓരോ ഡൈനാസ്റ്റികൾ എന്ന് പറയുന്നത്. ആദ്യത്തെ ഖിൽജി ഡൈനാസ്റ്റി സ്ഥാപിക്കുന്ന ആളാണ് ജലാലുദ്ദീൻ ഖിൽജി 1290. അപ്പോൾ ഇദ്ദേഹം അവസാനത്തെ സ്ലേവ് റൂളറായ കൈക്കോബാദിനെയും അദ്ദേഹത്തിൻ്റെ മകനെയൊക്കെ കൊന്ന് ആ സമയത്തെ മിലിറ്ററി ചീഫിൻ്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട്, അപ്പോൾ ഇദ്ദേഹം നല്ല ഏജിൽ 70 വയസ്സോളം ഉള്ള സമയത്താണ് അദ്ദേഹം ഖിൽജി ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. ആദ്യത്തെ പോയിന്റ്, ഹി ഫൗണ്ടഡ് ദ ഖിൽജി ഡൈനാസ്റ്റി. പിന്നെ പറയുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നെഫ്യൂ ആയിരുന്നു അലാവുദ്ദീൻ ഖിൽജി എന്നുള്ളത്. അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ജലാലുദ്ദീൻ ഖിൽജീൻ്റെ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മരുമകൻ ഒരുപാട് എക്സ്പെഡിഷൻസ് നടത്തുന്നുണ്ട്. പിന്നീടാണ് അലാവുദ്ദീൻ ഖിൽജി ജലാലുദ്ദീൻ ഖിൽജീൻ്റെ മരുമകനായിട്ട് വരുന്നത്. മകളെ വിവാഹം ചെയ്യുന്ന മരുമകനായിട്ട്. നെഫ്യൂ ആണ്, സണ്ണിലോ ആണ്. പിന്നെ അടുത്ത റൂളർ അലാവുദ്ദീൻ ഖിൽജിയാണ്. ഇദ്ദേഹം ജലാലുദ്ദീൻ ഖിൽജിയെ വധിക്കുന്നു, എന്നിട്ട് അധികാരം ഏറ്റെടുക്കുന്നു. വർഷം 1296. അപ്പോൾ ഒരു 6 വർഷം മാത്രമേ ജലാലുദ്ദീൻ ഖിൽജി ഭരിക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ ഏജ് ആയിരുന്നു. അലാവുദ്ദീൻ ഖിൽജിയാണ് ഖിൽജി ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് അലി ഗുർഷാബ്സ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത്. പിന്നെ അലാവുദ്ദീൻ ഖിൽജി ഈ ജലാലുദ്ദീൻ ഖിൽജീൻ്റെ സമയത്ത് തന്നെ ഒരുപാട് ആർമിയെ ലീഡ് ചെയ്തിരുന്നു. ആ സമയത്തുള്ളൊരു ടൈറ്റിൽ ഉണ്ടായിരുന്നു, അമീർ ഇ തുസുഖ് എന്നാണ് അദ്ദേഹത്തിന് കിട്ടിയ ടൈറ്റിൽ. അതായത് ജലാലുദ്ദീൻ ഖിൽജി ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് യുദ്ധങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ടൈറ്റിലായിരുന്നു അമീർ ഇ തുസുഖ്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് സെറിമണീസ്. പിന്നെ അടുത്ത പോയിന്റ്, നോർത്ത് ഭാഗത്ത് ഇദ്ദേഹം അലാവുദ്ദീൻ ഖിൽജി നടത്തിയ എക്സ്പെഡിഷൻസ്. ആദ്യത്തേതാണ് ഗുജറാത്തിൽ 1298. പിന്നെ രൺതംബോർ. അപ്പോൾ ഈ ഗുജറാത്തിൽ നടത്തിയ എക്സ്പെഡിഷനിൽ അദ്ദേഹം ഒരു സ്ലേവിനെ അദ്ദേഹം പിടിച്ച് ക്യാപ്ചർ ചെയ്ത് തൻ്റെ കൂടെ കൂട്ടുന്നുണ്ട്. ആളുടെ പേരാണ് ഇവിടെ പറയുന്നത് മാലിക് കഫൂർ. പിന്നീട് അലാവുദ്ദീൻ ഖിൽജീൻ്റെ ഏറ്റവും വിശ്വസ്തനും അതുപോലെ തന്നെ അലാവുദ്ദീൻ ഖിൽജിയുടെ മരണത്തിന് ശേഷം ആ ഒരു വയസ്സാവുന്ന സമയത്ത് ലാസ്റ്റ് സമയത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഭരണം നടത്തുന്നതും ഈ സ്ലേവായിട്ടുള്ള മാലിക് കഫൂറാണ്. അതാണ് ഈ ഗുജറാത്ത് എക്സ്പെഡിഷനിലാണ് ഈ മാലിക് കഫൂറിനെ അദ്ദേഹം ക്യാപ്ചർ ചെയ്യുന്നത്. ഈ മാലിക് കഫൂർ എന്ന് പറയുന്നത് ഇവിടെ പറയുന്നത് ഹി വാസ് ആൻ എനൻച്ച് എന്ന് പറയും, എനൻച്ച്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ചില സ്ലേവുകളെ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ജെനിറ്റൽസ് കട്ട് ചെയ്യും. അപ്പോൾ അവർ വളർന്നു വരുന്ന സമയത്ത് ഇപ്പോൾ അവരുടെ കോർട്ടിലുള്ള സ്ത്രീകൾ
അതുപോലെ അവരുമായിട്ടൊക്കെ ഇടപഴകുന്നതിന് വേണ്ടിയിട്ട്, സേഫായിട്ട് ഇടപഴകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ, ഹിജറ എന്നൊക്കെ പറയുന്ന പോലെ ഇവരെ ജെനിറ്റൽസ് കട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കോർട്ടിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഫ്രീ ആയിട്ട് ഇടപെടാൻ സാധിക്കും. അപ്പോൾ ഇത് ഇനി വരുന്ന സമയത്തും ഇത്തരത്തിലുള്ള ഈ എനൻച്ചുകളെ ഒരുപാട് ഡൈനാസ്റ്റികൾ മറ്റ് കോർട്ടിലേക്ക് സ്പൈ ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവർ എല്ലാ സ്ഥലത്തേക്കും ഫ്രീ ആയിട്ട് ഇടപെടുന്ന ഒരു ക്യാരക്ടേഴ്സ് ആയിരിക്കും എല്ലാ കോർട്ടിലും ഈ എനൻച്ചുകൾ. അപ്പോൾ മാലിക് കഫൂർ എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഖിൽജി ഗുജറാത്ത് എക്സ്പെഡിഷൻ സമയത്ത് പിടിച്ചുകൊണ്ട് വന്നൊരു ഇതാണ്. അദ്ദേഹത്തിൻ്റെ പിന്നീട് സൗത്തിലേക്കുള്ള എക്സ്പെഡിഷനിലൊക്കെ ലീഡ് ചെയ്യുന്നത് ഈ മാലിക് കഫൂറാണ്. അടുത്തതാണ് രൺതംബോർ. രൺതംബോറിൽ അവിടുത്തെ കിങ്ങിൻ്റെ പേരായിരുന്നു ഹമീർ ദേവ് ചൗഹാൻ. ഹമീർ ദേവ് ചൗഹാൻ. അപ്പോൾ ഇതൊക്കെ ഹിന്ദു റൂളേഴ്സാണ്. ചൗഹാൻ, ഹമീർ ദേവ് ചൗഹാൻ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ പത്മാവത് സിനിമയിൽ ഒരു രംഗം കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ പുരുഷന്മാർ ഒക്കെ യുദ്ധം തോറ്റ സമയത്ത് അവിടെയുള്ള സ്ത്രീകളെല്ലാവരും കൂടി ഒരുമിച്ച് മരിക്കുന്നത്. നമ്മളെ മറ്റേ സതി പോലെ ഒറ്റക്കല്ല, യുദ്ധത്തിൽ ഉണ്ടായ അവരുടെ കോട്ടയിലുള്ള എല്ലാ സ്ത്രീകളും കൂടെ ഒരുമിച്ച് തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ ജൗഹർ എന്ന് പറയുന്നത്. ഈ ജൗഹറിൻ്റെ ആദ്യത്തെ തെളിവ് കിട്ടുന്നത് ഈ രൺതംബോറിൽ വെച്ചിട്ടാണ്. എവിഡൻസ് ഓഫ് ഫസ്റ്റ് ജൗഹർ ഫൗണ്ട് ഡ്യൂറിങ് ദിസ് ടൈം, ഈ സമയത്ത്. പിന്നെയുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഫേമസ് ആയ ചിറ്റോറിൽ നടക്കുന്ന, അതായത് ചിറ്റോർ മേവാറിൻ്റെ ക്യാപിറ്റലാണ്, 1303 മേവാർ. അപ്പോൾ ഇവിടെയാണ് രാജാ രത്തൻ സിംഗ് ഉള്ളത്. രാജാ രത്തൻ സിംഗ് ഇതാണ് ആ ഒരു പത്മാവത് എന്ന് പറഞ്ഞിട്ടൊരു ഹിന്ദി സിനിമയുണ്ട്. ആ സിനിമയിൽ കാണിക്കുന്നത് ഈ ഒരു ബാറ്റിലാണ്. അപ്പോൾ അവിടെ നമ്മുടെ ഷാഹിദ് കപൂറിൻ്റെ ഷാഹിദ് കപൂറാണ് ഈ ക്യാരക്ടർ ചെയ്തത്, രാജാ രത്തൻ സിംഗ്. ഇതൊരു മേവാർ ഒരു ചിറ്റോർ ഫോർട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ബാറ്റിലാണ്, രാജാ രത്തൻ സിംഗ്. അപ്പോൾ അവിടെയാണ് ഈ പത്മാവത് എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ വരുന്നത്. ആ സിനിമയിലാണ് ഈ ജൗഹർ എന്ന് പറയുന്ന ഇത് കാണിക്കുന്നത്. ജൗഹർ എന്ന് പറഞ്ഞാൽ ഇതന്നെ, യുദ്ധത്തിൽ തോറ്റ് കഴിഞ്ഞാൽ സാധാരണ ആ മുസ്ലിം റൂളേഴ്സ് അവിടെയുള്ള എല്ലാ സ്ത്രീകളെയൊക്കെ സ്ലേവ്സ് ആയിട്ട് അവരുടെ കോർട്ടിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ മോശമായിട്ട് പെരുമാറും. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് ഈ രജപൂത്തന്മാർ സ്വീകരിക്കുന്ന ഒരു രീതിയാണ് ഈ ജൗഹർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരീരവും ആത്മാവും പിന്നെ ഏതെങ്കിലും തരത്തിൽ ഡിസ്ഹോണർ ചെയ്യപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് മരിക്കുന്ന സമയത്ത് പോലും ആ ഒരു പ്രൈഡോടുകൂടി മരിക്കണം എന്നുള്ളതാണ് പൊതുവേ ഈ രജപൂത്ത് റൂളേഴ്സിൻ്റെയും അവരുടെ മൊത്തം കൾച്ചർ. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ പിടിച്ചു കഴിഞ്ഞാൽ അവർ സ്ലേവാക്കി മാറ്റുന്നതുകൊണ്ട് സ്ത്രീകളും കുട്ടികളോടൊക്കെ എല്ലാവരും ജൗഹർ ചെയ്യും. അപ്പോൾ ഇത് ഈ പത്മാവത് സിനിമയിൽ കാണിക്കുന്നുണ്ട്. പിന്നെയാണ് മാൽവ ഉജ്ജയിൻ ഭാഗത്ത്, അതിനുശേഷം 1305. അപ്പോൾ ഈ എല്ലാം ഏകദേശം ഒരു ഓർഡറിലാണ്. 1298, 301, 303, 305. അടുത്തത് ജയലോർ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട നോർത്ത് ഇന്ത്യയിലെ എക്സ്പെഡിഷൻസ്. അപ്പോൾ അതിന് ശേഷം ഇദ്ദേഹം സൗത്തിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നോക്കും. സൗത്തിലേക്ക് ബാറ്റിൽസിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലാവുദ്ദീൻ ഖിൽജിയാണ് ഡൽഹി സുൽത്താനേറ്റിൽ ആദ്യമായിട്ട് സൗത്തിലേക്ക് ഒരു അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അടുത്തത് സൗത്തിലെ എക്സ്പെഡിഷൻസ്. യാദവ റൂളറായ രാമചന്ദ്രൻ, അതുപോലെ കാക്കാത്തിയ വാറങ്കൽ ഭാഗത്തെ കാക്കാത്തിയ റൂളറായ പ്രതാപ രുദ്രദേവ്, ഹൊയ്സല റൂളറായ വീര് ബലാൽ III, പിന്നെ ഏറ്റവും താഴെ നമ്മുടെ മധുരൈ ഭാഗത്ത് പാണ്ഡ്യ റൂളർ. അപ്പോൾ ഇവരെ മുഴുവൻ ഇദ്ദേഹം ബാറ്റിലിൽ കീഴ്പ്പെടുത്തുന്നു. ഓരോ തരത്തിലാണ്. യാദവാസ് യുദ്ധം ചെയ്യുന്നതിന് മുന്നേ തന്നെ കീഴ്പ്പെടുന്നുണ്ട്. പിന്നെ ഹൊയ്സലാസിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ ഇവരുടെ സഹായമുണ്ട്. പിന്നെ ഇവിടുന്നൊക്കെ പാണ്ഡ്യാസിനൊക്കെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അവിടുത്തെ ലൂട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അതായത് അവിടുത്തെ സമ്പത്ത് കൊണ്ടുപോകുന്നു. പക്ഷെ ഇവിടെ ഭരണമൊന്നും മാറുന്നില്ല. പക്ഷേങ്കിൽ അവിടുന്ന് വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്ത് ലൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സൗത്തിലുള്ളത്. ഇതിന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായ ആളാണ് ഈ മാലിക് കഫൂർ. അലാവുദ്ദീൻ്റെ ആർമി ലീഡ് ചെയ്യുന്നത് ഈ മാലിക് കഫൂറാണ്. ഈ മാലിക് കഫൂറിൻ്റെ വേറൊരു പ്രത്യേകത അതവിടെ കൊടുത്തിട്ടുണ്ട്. അലാവുദ്ദീൻ ബോട്ട് ഹിം ഫ്രം ഗുജറാത്ത് മാർക്കറ്റ് 1000 ദിനാർ. അതുകൊണ്ട് ഈ മാലിക് കഫൂറിൻ്റെ പേര് ഹസാർ ദിനാർ എന്നാണ്. 1000 എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്കാണ് ഹസാർ. അപ്പോൾ ഈ മാലിക് കഫൂറിൻ്റെ മറ്റൊരു പേരാണ് ഹസാർ ദിനാറി. അതായത് 1000 സ്വർണ്ണ നാണയം കൊടുത്താണ്
ഇയാളെ വാങ്ങിയതെന്നും പറയുന്നുണ്ട്. 1000 സ്വർണ്ണ നാണയത്തിൻ്റെ അത്രയും പുറത്തുള്ള ആളാണ് മാലിക് കഫൂർ എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡക്കാൻ, അതായത് സൗത്ത് ഇന്ത്യയിലേക്ക് നടത്തിയ എക്സ്പെഡിഷന് ശേഷം ഈ അലാവുദ്ദീൻ സ്വന്തമായിട്ട് സ്വീകരിച്ച ടൈറ്റിലാണ് സിക്കിന്ദർ ഇ സൈനി എന്ന് പറയുന്നത്. ഈ സിക്കിന്ദർ എന്ന് പറയുന്നത് ഈ അലക്സാണ്ടർ എന്നില്ലേൻ്റെ ആ പേരാണ് ഈ സിക്കിന്ദർ. അപ്പോൾ സെക്കൻഡ് അലക്സാണ്ടർ എന്നർത്ഥം വരുന്ന ഈ ടൈറ്റിൽ അദ്ദേഹം സ്വീകരിക്കുന്നത് അലാവുദ്ദീൻ ഖിൽജി. അപ്പം ഒന്നും കൂടെ ഇപ്പോൾ പറഞ്ഞ രണ്ടാളുകൾ, നമ്മളെ ഖിൽജി ഡൈനാസ്റ്റി സ്ഥാപിക്കുന്ന ആളെ പേരാണ് ജലാലുദ്ദീൻ ഖിൽജി അഥവാ മാലിക് ഫിറോസ്. വർഷം 1290 അദ്ദേഹം ഖിൽജി ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. 6 വർഷമാണ് ഭരിച്ചത്, 1296 വരെ. 1296 അദ്ദേഹത്തിൻ്റെ നെഫ്യൂ ആയ ജലാലുദ്ദീൻ ഖിൽജിയാണ് ഭരണത്തിൽ വരുന്നത്. അപ്പോൾ ഇതാണ് ഏകദേശം ആ സമയത്തെ ആ പീരീഡിലെ ഉള്ള മാപ്പ്. പിന്നെ അലാവുദ്ദീൻ ഖിൽജി ആണ് നെഫ്യൂ ആണ് അടുത്ത അധികാരത്തിലേക്ക് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് ഈ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിൽ. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യൻ എക്സ്പെഡീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഗുജറാത്ത് ഏരിയ, അതുപോലെ തന്നെ രാജസ്ഥാൻ ഏരിയ, പിന്നെ ഇതാണ് ഈ മാൽവ ഏരിയ ഇവിടെ, പിന്നെ സൗത്ത് ഇന്ത്യ. നേരത്തെ സൗത്ത് ഇന്ത്യയിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു യാദവ റൂളറായ രാമചന്ദ്രൻ. അപ്പോൾ ഇവിടെയാണ് ഈ രാമചന്ദ്രൻ ഉള്ളത്, യാദവ റൂളർ. അപ്പോൾ ഏകദേശം ഈ യാദവ ഈ സ്ഥലത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ ഏകദേശം ലൊക്കേഷൻ മനസ്സിലായാൽ നമുക്ക് ആ കൊല്ലത്തിൻ്റെ ഓർഡർ കിട്ടും. ഇവിടുന്ന് ഇങ്ങനെ സൗത്ത് നിന്ന് താഴേക്ക് എക്സ്പെഡീഷൻ നടന്നു പോവുകയാണല്ലോ. അപ്പോൾ ആദ്യം യാദവാസ്, ഇവിടെയാണ് രാമചന്ദ്ര. അപ്പോൾ ഏകദേശം 307, 308 ആ സമയത്ത് ദേവഗിരിയിൽ ക്യാപിറ്റൽ. പിന്നെ വരുന്നത് കക്കാത്തിയാസിലാണ് പ്രതാപരുദ്രദേവ. അപ്പോൾ പേര് ഓർമ്മിച്ചില്ലെങ്കിലും ഈ സ്ഥലങ്ങൾ ഏകദേശം ലൊക്കേഷൻ പഠിക്കുക, പിന്നെ അടുത്ത സ്റ്റേജിൽ പേര് ഓർമ്മിക്കുക. കാക്കാത്തിയാസ്. പിന്നെ വരുന്നത് ഹൊയ്സലാസ് ഇവരുടെ ക്യാപിറ്റലാണ് വാറങ്കൽ. കക്കാത്തിൻ്റെ വാറങ്കൽ, ഹൊയ്സല ദ്വാരസമുദ്ര, പിന്നെ അവസാനം നമ്മളെ മധുരൈ ഭാഗത്തുള്ള പാണ്ഡ്യാസ് 1311-12 ആ സമയത്ത്. അപ്പോൾ ഇവിടെ സ്ഥലങ്ങൾ അനക്സ് ചെയ്യുന്നില്ല, പക്ഷേങ്കിൽ ട്രിബ്യൂട്ടായിട്ട് വലിയ രീതിയിൽ അവർ ലൂട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് അലാവുദ്ദീൻ ഖിൽജിൻ്റെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇക്ത കൊണ്ടുവന്നു ഇൽത്തുമിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പീസ് ഓഫ് ലാൻഡ് ഡൊണേറ്റ് ചെയ്യുന്ന രീതി. അതുപോലെ മറ്റു കുറേ അഡ്മിനിസ്ട്രേഷൻസ് അലാവുദ്ദീൻ ഖിൽജി കൊണ്ടുവരുന്നുണ്ട്. ഒന്നാണ് ഈ ദാഗ് ആൻഡ് ചെഹ്റ എന്ന് പറയുന്നത്. ആദ്യത്താണ് ദാഗ് ആൻഡ് ചെഹ്റ. ഈ ദാഗ് എന്ന് പറയുന്നതാണ് ബ്രാൻഡിങ് ഓഫ് ഹോഴ്സിനൊക്കെ കണക്ക് എടുക്കുന്നത്, ഓരോ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത്, ബ്രാൻഡിങ് ഓഫ് ഹോഴ്സ്. ചെഹ്റ എന്ന് പറയുന്നത് ഈ സോൾജിയേഴ്സിനെ ഡിസ്ക്രിപ്റ്റീവ് റോൾ ഓഫ് സോൾജിയേഴ്സ്, ഇപ്പോൾ കണക്ക് എടുക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനം. ദാഗ് ആൻഡ് ചെഹ്റ. പിന്നെ അടുത്ത പറയുന്നത് ഇദ്ദേഹം ഹെവി ടാക്സ് ആണ് ഇമ്പോസ് ചെയ്യുന്നത് ജനങ്ങളിലേക്ക്. ഓർഡേഡ് ഓൾ ലാൻഡ് ടു ബി മെഷേർഡ് ആൻഡ് ദെൻ ദ ഷെയർ ഓഫ് ടാക്സ് വാസ് ടു ബി ഫിക്സഡ്. അപ്പോൾ അവിടെയുള്ള ലാൻഡിനെ കൃത്യമായിട്ട് കണക്കെടുക്കാനും അതിനൊരു ഓഫീസറേയും കൂടെ നിയമിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് മുസ്ത് ഖരാജ് എന്ന് പറയുന്നത്. മുസ്ത് ഖരാജ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വൺ ഹൂ കളക്ട് ദ റവന്യൂ. അതാണ് മുസ്ത് ഖരാജ്. ആ ഓഫീസറെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് കളക്ട് ചെയ്യുക, റവന്യൂ കളക്ഷൻ. പിന്നെ ഓരോ സ്ഥലത്തിൻ്റെയും എത്രയാണ് അവിടുത്തെ ടാക്സ് എന്നുള്ളത് ആ ഒരു മെഷർമെൻറ്റിനനുസരിച്ചാണ് തീരുമാനിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഓഫീസറെ നിയമിക്കുന്നതും ലാൻഡിൻ്റെ കൃത്യമായ മെഷർമെൻറ്റ് നടത്തുന്നതും. പിന്നെ അടുത്തതാണ് ഒരു ക്വസ്റ്റ്യൻ വരും, അലാവുദ്ദീൻ ഖിൽജി എത്ര ടൈപ്പ് ടാക്സ് ആണ് ഇമ്പോസ് ചെയ്തിരുന്നത്? ആൻസർ 3 ടൈപ്പ് ടാക്സ് ആണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ഒന്ന് ജസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തബ്ദീൻ ഐബക്കാണ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. മുഹമ്മദ് ബിൻ കാസിമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ മുസ്ലിം ഇൻവേഡർ എന്നുള്ള അർത്ഥത്തിൽ ജസിയെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അലാവുദ്ദീൻ ഖിൽജി 3 ടൈപ്പ് ടാക്സ് ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നോൺ മുസ്ലിംസിന് വേണ്ടിയിട്ടുള്ള ടാക്സ്, അതായത് അലാവുദ്ദീൻ ഖിൽജിയൊക്കെ മുസ്ലിം റൂളേഴ്സാണ്. അപ്പോൾ അവിടെയുള്ള ഹിന്ദു മറ്റ് നോൺ മുസ്ലിം ജനങ്ങൾക്കുള്ള ടാക്സാണ് ജസിയ. രണ്ടാമത്തതാണ് ഖരായി, മൂന്നാമത്തെ ചരായി. അപ്പോൾ ഈ ഖരായി എന്ന് ഓർമ്മിക്കാൻ, ഗർ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ വീട് ആണ്. അപ്പോൾ ആ വീടിൻ്റെ ടാക്സാണ് ഖറായി. ഖറായി ഹൗസ് ടാക്സ്. അടുത്തതാണ് ചരായി എന്ന് പറയുന്നത്.
ഈ ചരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പുല്ല് തിന്ന് ജീവിക്കുന്ന നമ്മളെ പശു അതുപോലത്തെ ജീവികൾ ഈ പുൽമേടുകളിൽ ഗ്രേസ് ചെയ്യാൻ പോകും. അപ്പോൾ അതിനുള്ള ടാക്സാണ് പെസ്റ്റോറൽ ടാക്സ്. അപ്പോൾ ഒന്നിക്കൽ അത് ഗ്രാസ് ലാൻഡ് ഫോർ ഗ്രേസിങ് ആനിമൽസ്. പിന്നെ ഉള്ള ഇതാണ് സക്കാത്ത്. സക്കാത്ത് ഇപ്പോൾ മുസ്ലിംസിൻ്റെ മായി ബന്ധപ്പെട്ട് ഈ വാക്ക് കേൾക്കലുണ്ട്. ഇമ്പോസ്ഡ് ഓൺ റിച്ച് മുസ്ലിംസ് കൊടുക്കുന്ന ടാക്സാണ് സക്കാത്ത്, നോൺ മുസ്ലിംസ് കൊടുക്കുന്നതാണ് ജസിയ. അടുത്തതാണ് അലാവുദ്ദീൻ്റെ മാർക്കറ്റ് റീഫോംസ്. അലാവുദ്ദീൻ സെറ്റപ്പ് 3 മാർക്കറ്റ്സ്. അലാവുദ്ദീൻ്റെ സമയത്ത് 3 മാർക്കറ്റുകൾ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തതാണ് ഈ ഫുഡ് ഗ്രെയിൻസിന് വേണ്ടിയിട്ടുള്ളത്, അടുത്തത് ക്ലോത്തിന് വേണ്ടിയിട്ടുള്ളത്, പിന്നെ ഈ പറയുന്ന സ്ലേവ്സ്, ഹോഴ്സസ്, സ്ലേവ്സ് ആൻഡ് കാറ്റിൽസ്. ഇപ്പം ഇങ്ങനെ 3 തരത്തിലേക്കായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് അദ്ദേഹം സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ മാർക്കറ്റിനും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓഫീസറാണ് ഷെഹന. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അപ്പോയിൻ്റ് നമ്മളെ മാർക്കറ്റിൻ്റെ പ്രൈസിങ്ങും അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഷെഹനായി ഈ മന്തി എന്നും പറയും. മണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ്, നോർത്തിലൊക്കെ മണ്ടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്. അപ്പോൾ ആ ഓഫീസറാണ് ഷെഹന ഈ മന്തി. പിന്നെ അടുത്ത ഇത് മെയിൻറ്റെയിൻഡ് എ രജിസ്റ്റർ ഓഫ് ദ മർച്ചൻറ്റ്സ് ആൻഡ് ഓൾ ഗുഡ്സ് ഫോർ സെയിൽ വെർ ബ്രോട്ട് ടു ആൻ ഓപ്പൺ മാർക്കറ്റ് സറായി ഇ ആദൽ. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൻ്റെ പേരാണ് സറായി ഇ ആദൽ. പിന്നെ അടുത്തൊരു പോയിന്റ് പറയുന്നതാണ് അലാവുദ്ദീൻ്റെ ടോംബ് ഉള്ളത് ഡൽഹിയിലാണ്. അപ്പോൾ അലാവുദ്ദീനെ പറ്റി പറയുന്ന അടുത്തൊരു പോയിൻ്റാണ്, ആർട്ടിലും ലേണിങ്ങിലും ഒക്കെ നല്ല രീതിയിൽ പാട്രണൈസ് ചെയ്യുന്ന ആളായിരുന്നു അലാവുദ്ദീൻ ഖിൽജി. അപ്പോൾ ഓരോരാളുടെ കോർട്ടിലും പ്രധാനപ്പെട്ട ആളുകളുണ്ടാവും. ഈ അലാവുദ്ദീൻ ഖിൽജീൻ്റെ കോർട്ടിലുള്ള ഒരു പോയറ്റാണ് അമീർ ഖുസ്രു എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയറ്റാണ്. ഈ അമീർ ഖുസ്രു ഒരുപാട് ആളുകളുടെ കോർട്ടിൽ പോയറ്റായിട്ട് വരുന്നുണ്ട്. ബാൽബൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു സ്ലേവിലെ, ഇപ്പോൾ ഈ സമയത്ത് അലാവുദ്ദീൻ ഖിൽജീൻ്റെ സമയത്തുണ്ട്. ഇനി അതിന് ശേഷം വരുന്ന തുഗ്ലക്കിലെ ഗിയാസുദ്ദീൻ തുഗ്ലക്കിൻ്റെ കോർട്ടിലുണ്ട്. അപ്പോൾ ഈ ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ മൊത്തത്തിൽ 3 ഡൈനാസ്റ്റിയിൽ ചെറിയ രീതിയിലെങ്കിലും ഭാഗമായിട്ടുണ്ട് അമീർ ഖുസ്രു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് അലാവുദ്ദീൻ ഖിൽജി ഇദ്ദേഹത്തിന് വിട്ട ടൈറ്റിലാണ് ടൂട്ടി ഇ ഹിന്ദ്, അതായത് പാരറ്റ് ഓഫ് ഇന്ത്യ. ടൂട്ടി ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ടൂട്ടി ഇ ഹിന്ദ്, പാരറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് അമീർ ഖുസ്രുവിൻ്റെ ടൈറ്റിൽ. അതുപോലെ ഇദ്ദേഹം തുടങ്ങിയ ഒരു സൂഫി മ്യൂസിക് സ്റ്റൈലാണ് ഖവാലി എന്ന് പറയുന്നത്. ഇവിടെ സ്പെല്ലിങ് കറക്റ്റാണെന്ന് അറിയില്ല. ഖവാലി എന്ന് പറയുന്ന ഒരു സൂഫി മ്യൂസിക്, അത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അമീർ ഖുസ്രു ആണ്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. പിന്നെ അതുപോലെ ഈ നമ്മുടെ ഖിൽജിക്ക് ഈ അമീർ ഖുസ്രു കൊടുത്ത ടൈറ്റിലാണ് സുൽത്താൻ ഇ ജഹൻ. അതായത് ഈ ടൈറ്റിൽ ഉള്ളത് അലാവുദ്ദീൻ ഖിൽജിക്കാണ്, ടൈറ്റിൽ കൊടുത്ത ആളാണ് അമീർ ഖുസ്രു. പിന്നെ അതുപോലെ ഇവിടെ ഒരു പോയിന്റും കൂടി ഉള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് തുഗ്ലക്ക് നാമ. അതായത് ഖിൽജീസിന് ശേഷം വരുന്നതാണ് തുഗ്ലക്ക്. ആ തുഗ്ലക്കിലെ ഫൗണ്ടറിൻ്റെ കാര്യങ്ങളെപ്പറ്റി എഴുതുന്ന പുസ്തകമാണ് തുഗ്ലക്ക് നാമ എന്നുള്ളത്. അത് എഴുതിയ ആളാണ് അമീർ ഖുസ്രു. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം കൂടി ഉണ്ട്, നുഹ് ഇ സിഫർ. പിന്നെ അതുപോലെ അലാവുദ്ദീൻ ഖിൽജീനെ പറ്റി എഴുതിയൊരു പുസ്തകമുണ്ട്, ഖസീൻ ഉൽ ഫുത്തു. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഈ തുഗ്ലക്ക് നാമയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഖവാലി എന്ന് പറയുന്ന സൂഫി മ്യൂസിക് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ക്വസ്റ്റ്യൻ ടൂട്ടി ഹി ഹിന്ദ് അഥവാ പാരറ്റ് ഓഫ് ഇന്ത്യ എന്ന ടൈറ്റിൽ ആരുടേതാണ്? അമീർ ഖുസ്രു ഏത് ഡൽഹി സുൽത്താനേറ്റ് ആളുടെ കോർട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്? ആൻസർ അലാവുദ്ദീൻ ഖിൽജി. പിന്നെ അടുത്ത നേരത്തെ പറയുന്ന ഒരു പോയിന്റ് തന്നെയാണ്, ഈ 1316 ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ ഈ അലാവുദ്ദീൻ ഖിൽജിക്ക് അസുഖം ബാധിക്കുകയും പിന്നെ ഭരണം നേരിട്ട് നടത്താൻ പറ്റാതെ ആയ സമയത്ത്, അപ്പോൾ മരണപ്പെട്ടില്ല, ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഭരണം നടത്തുന്നത് നമ്മുടെ മാലിക് കഫൂറാണ്. എനിൻസ് എന്ന് പറയുന്നത്, അതായത് ആ ഒരു ഹിജറ അതുപോലെ പറയുന്ന ആ മാലിക് കഫൂർ, അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്ലേവ്, അദ്ദേഹമായിരുന്നു തൽക്കാലം മാലിക് കഫൂറിന് അലാവുദ്ദീൻ ഖിൽജിക്ക് വേണ്ടിയിട്ട് ഭരണം നടത്തിയത്. അപ്പോൾ അയാളെ പേരാണ് ഈ ഹസാർ ദിനാരി, ഹജാർ ദിനാറി. ഹജാർ എന്ന് പറയുന്നത് 1000. ഹസാർ ദിനാറി സീസ്ഡ് ദ ത്രോൺ ആഫ്റ്റർ അലാവുദ്ദീൻസ് ഡെത്ത്. അപ്പോൾ ഇവിടെ പറയുന്നത് 1316 ആകുമ്പോഴേക്ക് അലാവുദ്ദീൻ ഖിൽജി മരണപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ
മക്കൾക്ക് പകരം കുറച്ച് കാലത്തേക്ക് ഭരണത്തിലെത്തുന്നത് ഈ മാലിക് കഫൂറാണ്. അപ്പോൾ നേരിട്ട് ഭരിക്കാതെ ഈ അലാവുദ്ദീൻ ഖിൽജിൻ്റെ ഒരു ചെറിയ മകനുണ്ട്. ആ മകൻ്റെ പേരിലാണ് ഈ മാലിക് കഫൂർ ഭരണം നടത്തുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ അലാവുദ്ദീൻ ഖിൽജിൻ്റെ മൂത്ത മകനാണ് ഈ മുബാറക് ഷാ എന്ന് പറയുന്നത്. ഈ മുബാറക് ഷാ ആണ് അലാവുദ്ദീൻ ഖിൽജിൻ്റെ മകൻ. അപ്പോൾ ഇദ്ദേഹം ഈ മാലിക് കഫൂറിനെ കൊല്ലുകയും ഭരണം തിരിച്ചു പിടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അടുത്ത ഭരണം മുബാറക് ഷാൻ്റെ കീഴിലായി. 1316 വരെ അലാവുദ്ദീൻ ഖിൽജി, അതിനുശേഷം വരുന്ന ഒരു ചെറിയ പീരീഡ് 1320 വരെ മുബാറക് ഷായാണ്. അപ്പോൾ ഇവിടെ പറയുന്ന വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിക്ക് 2 മക്കളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു മകൻ്റെ പേരിലാണ് ഈ മാലിക് കഫൂർ ഭരിക്കുന്നത്. അപ്പോൾ മാലിക് കഫൂറിനെയും മുബാറക് ഷാ കൊന്നു, ആ മകനെയും കൊന്നു. എന്നിട്ടാണ് മുബാറക് ഷാ ഭരണത്തിൽ വരുന്നത്. ഈ മുബാറക് ഷാൻ്റെ സമയത്ത് ഈ മേവാറിന്ന് കൊണ്ടുവന്ന ഒരു സ്ലേവ് ഉണ്ടായിരുന്നു. അതാണ് ഈ ഖുസ്രു ഖാൻ എന്ന് പറയുന്നത്. ഖുസ്രു ഖാൻ എന്ന് പറയുന്നത് ഒരു സ്ലേവാണ്. അപ്പോൾ മുബാറക് ഷായും ഖുസ്രു ഖാനും തമ്മിൽ നല്ല റിലേഷനിലായിരുന്നു. പിന്നെ ചിലതിൽ പറയുന്നത് ഇവർ ഒരു ഹോമോസെക്ഷൽ റിലേഷനിലും ഇവരുണ്ടായിരുന്നു പറയുന്നുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ നല്ല ക്ലോസ് റിലേഷനിലായിരുന്നു. അപ്പോൾ ഖുസ്രു ഖാൻ പക്ഷേങ്കിൽ ഇതിനെ മിസ്യൂസ് ചെയ്യുകയും ഇദ്ദേഹത്തിനെ മുബാറക് ഷാനെ വധിച്ചിട്ട് സ്വയം അധികാരത്തിൽ വരികയും ചെയ്യുന്നു ഈ ഖുസ്രു ഖാൻ. അപ്പോൾ ഖുസ്രു ഖാൻ 1320 AD മുബാറക് ഷാനെ കൊല്ലുകയും അസെൻഡഡ് ടു ത്രോൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ഖിൽജി ഡൈനാസ്റ്റി അവസാനിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഈ ഖുസ്രു ഖാനിനെ കൊന്നിട്ട് അവിടുത്തെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗവർണറായിരുന്ന ഗിയാസുദ്ദീൻ തുഗ്ലക്ക് പുതിയൊരു ഡൈനാസ്റ്റി സ്ഥാപിക്കുകയാണ്. അതാണ് തുഗ്ലക് ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം ഖിൽജി ഡൈനാസ്റ്റി അവസാനിക്കുക. പിന്നെ ഈ സമയത്ത് വേണ്ട കുറച്ച് 2 പ്രധാനപ്പെട്ട ഇവരുടെ കാലഘട്ടത്തിലുണ്ടായ നിർമ്മിതികളാണ്. ഒന്ന് സിറി എന്ന് പറയുന്ന സിറ്റി, ഈ അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിക്കുന്ന സിറ്റിയാണ് സിറി എന്ന് പറയുന്ന സിറ്റി. ഡൽഹിയിലെ സെക്കൻഡ് സിറ്റി എന്നറിയപ്പെടുന്ന സിറി. അതുപോലെ അലാവുദ്ദീൻ്റെ ബിൽഡ് ചെയ്യുന്ന മറ്റ് കുറച്ച് ഇതാണ്. ഒന്നത് അലൈ ഫോർട്ട്, അലാവുദ്ദീൻ്റെ അലൈ ഫോർട്ട്. പിന്നെ അതുപോലെ അലൈ ദർവാസ, അലൈ ഫോർട്ട്. ഇതാണ് അലൈ ദർവാസ. ഒന്നാമത്തെ അലൈ ഫോർട്ട്, രണ്ടാമത്തതാണ് ഈ കാണിക്കുന്ന അലൈ ദർവാസ. ഈ ദർവാസ എന്ന് പറഞ്ഞാൽ മറ്റേ ഈ ദർവാസോ ഖോലോ എന്ന് പറഞ്ഞാൽ വാതിലടക്കാന്നില്ല. അപ്പോൾ അലൈ ദർവാസ എന്ന് പറഞ്ഞാൽ വാതിലായിരിക്കും. അപ്പോൾ ഇവിടെയുള്ള കുത്തബ് മിനാറിൻ്റെ എൻട്രൻസ് ആയിട്ട് കണക്കാക്കുന്ന അലൈ ദർവാസ പണിതത് ഖിൽജി ഡൈനാസ്റ്റിയിലെ രണ്ടാമത്തെ റൂളറായ അലാവുദ്ദീൻ ഖിൽജിയാണ്. പിന്നെ അതുപോലെ തന്നെ ഹസാർ സുത്തൂൻ എന്ന് പറഞ്ഞിട്ട് 1000 പില്ലർ പാലസ് പണിയുന്നുണ്ട്. പിന്നെ ഹൗസ് ഗാസ് എന്ന് പറഞ്ഞ ഒരു ടാങ്കും. അപ്പോൾ പ്രധാനമായിട്ട് ഈ അലൈ ഫോർട്ടും സിറി സിറ്റി അതുപോലെ അലൈ ദർവാസ, ഇതാണ് അലൈ ദർവാസ. അപ്പോൾ ഇത് കുത്തബ് മിനാറിൻ്റെ എൻട്രൻസ് ആണ്. ഇതാണ് അലൈ ദർവാസ, ഇതാണ് കുത്തബ് മിനാർ. അപ്പോൾ ഖിൽജി ഡൈനാസ്റ്റിയാണ് ഒന്നും കൂടെ പറഞ്ഞ് റിവൈസ് ചെയ്യാനാണെങ്കിൽ ഫൗണ്ടർ ജലാലുദ്ദീൻ ഖിൽജി അഥവാ മാലിക് ഫിറോസ്, വർഷം 1290. അദ്ദേഹം ചെറിയൊരു പീരീഡിലേക്ക് മാത്രമേ ഭരണം നടത്തുന്നുള്ളൂ. ബാൽബനൊക്കെ ചെയ്ത കുറച്ച് ശക്തമായ ഇതുങ്ങളൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ വലിയ ഒരുപാട് ആളുകൾ തമ്മിൽ നടത്തിയ മരണത്തിലൊന്നല്ല ഈ റൂൾ എക്സ്ചേഞ്ച് നടക്കുന്നത്. പീസ്ഫുള്ളായിട്ടുള്ള ട്രാൻസിഷനാണ് സംഭവിക്കുന്നത് ജലാലുദ്ദീൻ ഖിൽജിൻ്റെ സമയത്ത്. പിന്നെ ഏറ്റവും അടുത്ത ഇമ്പോർട്ടൻ്റ് റൂളർ, മൊത്തം ഡൈനാസ്റ്റിയിലെ ഇമ്പോർട്ടൻ്റ് റൂളറാണ് അലാവുദ്ദീൻ ഖിൽജി. അദ്ദേഹത്തിന് ജലാലുദ്ദീൻ ഖിൽജീൻ്റെ നെഫ്യൂ ആയിരുന്നു, പിന്നീട് സണ്ണില്ലോയും കൂടെ ആവുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഏകദേശം ഒരു 20 വർഷത്തോളം ഭരിക്കുന്നുണ്ട്. മൊത്തം ഖിൽജി ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഏകദേശം 30 വർഷം മാത്രമേ ഉള്ളൂ. ഖിൽജി ഡൈനാസ്റ്റി മൊത്തം 30 വർഷമേ ഉള്ളൂ. അതിൽ 20 വർഷവും ഭരിക്കുന്നത് അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും അലാവുദ്ദീൻ ഖിൽജിയെ ബന്ധപ്പെട്ടതായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരാണ് അലി ഖുർഷബ് എന്നുള്ളത്. പിന്നെ ജലാലുദ്ദീൻ ഖിൽജിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയ ബാറ്റിൽസിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ടൈറ്റിലാണ് അമീർ ഇ തുസുക് എന്നുള്ളത്. അമീർ ഇ തുസുക്, ഈ തുസുക് എന്ന് ഓർമ്മിക്കുക. അമീർ ഇ തുസുക് എന്ന ടൈറ്റിൽ ഉണ്ടായിരുന്ന ഡൽഹി സുൽത്താനേറ്റ് രാജാവ് അലാവുദ്ദീൻ ഖിൽജിയാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മാസ്റ്റർ ഓഫ് സെറിമണീസ് എന്നാണ്. അപ്പോൾ അധികം ഈ സെറിമണീൻ്റെ വേറെ എന്തെങ്കിലും വാക്കായിരിക്കും ഈ തുസുക് എന്നുള്ളത്. പിന്നെ ഇക്ത സിസ്റ്റം അബോളിഷ് ചെയ്തു.
അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ഡൽഹി സുൽത്താനേറ്റിൽ ഇക്ത സിസ്റ്റം അബോളിഷ് ചെയ്ത ആളും കൂടിയാണ് അലാവുദ്ദീൻ ഖിൽജി. പിന്നെ അദ്ദേഹം നോർത്ത് ഇന്ത്യയിലും അതുപോലെ സൗത്ത് ഇന്ത്യയിലും കുറച്ച് എക്സ്പെഡിഷൻസ് നടത്തുന്നുണ്ട്. ഗുജറാത്തിൽ ആദ്യത്തെ, പിന്നെ അതുപോലെ തന്നെ മംഗോൾസുമായിട്ട് 5 തവണ ബാറ്റിൽ ചെയ്തിട്ട് അവരെ തടഞ്ഞു നിർത്തുന്നുണ്ട്. 5 തവണ മംഗോൾസുമായിട്ടുള്ള ഫൈറ്റ്. ഈ മൊത്തം പീരീഡിൻ്റെ ഇടയ്ക്ക് 5 തവണ മംഗോൾസുമായിട്ട് ബാറ്റിൽ ഏർപ്പെടുന്നുണ്ട്. ആദ്യത്തത് ഗുജറാത്ത്, ഇവിടെ നിന്നാണ് മാലിക് കഫൂറിന് കിട്ടുന്നത് 1000 ഗോൾഡ് കൊടുത്തിട്ട്. പിന്നെ രൺതംബോർ, അവിടുത്തെ ഹമ്മീർ ദേവ് എന്നാണ് അവിടുത്തെ ചൗഹാൻ റൂളറുടെ പേര്. അദ്ദേഹം ഒരു ഹിന്ദു റൂളറാണ്. അപ്പോൾ ഇവരുടെ ഈ ബാറ്റിലാണ് ആദ്യമായിട്ട് ജൗഹർ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ മെൻഷൻ ചെയ്യുന്നത്. പിന്നീടാണ് മേവാർ എന്ന് പറയുന്ന നമ്മുടെ ആ സിനിമയിലൊക്കെ കാണിക്കുന്ന ബാറ്റിൽ, ചിറ്റോർ കോട്ടിൽ വെച്ച് നടക്കുന്ന രാജാ രത്തൻ സിംഗുമായിട്ട് നടത്തുന്ന ഇത്, അവിടെ വെച്ചിട്ടാണ് പത്മാവത് ഒക്കെ നമ്മളെ ജൗഹർ കാണുന്നത്, രാജാ രത്തൻ സിംഗ്. പിന്നെ മാൽവ, ഉജ്ജയിൻ ഭാഗത്ത് ജയലോർ. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ ഡക്കാനിലേക്ക്, സൗത്തിലേക്ക് ആർമി ലീഡ് ചെയ്യുന്നത് മാലിക് കഫൂറാണ്. മാലിക് കഫൂർ ഒരു എനൻച്ചായിരുന്നു, അതായത് അവരുടെ പീനസ് കട്ട് ചെയ്തിട്ടുണ്ടാവും ചെറുപ്പത്തിലെ, ഈ കോർട്ടിൽ ഉള്ള സ്ത്രീകളുമായിട്ടൊക്കെ ഫ്രീ ആയിട്ട് ഇടപഴകാനൊക്കെ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ഇദ്ദേഹം പവർഫുള്ളായിട്ട് വരുന്നുണ്ട്. അവസാനത്തേക്ക് ആർമിയുടെ ചീഫായിട്ടും അവസാന കാലത്ത് ഭരണം വരെ നടത്തുന്നത് മാലിക് കഫൂറാണ് നല്ല രീതിയിൽ. പിന്നെ അവിടെ ഒരു പോയിന്റ് ഉള്ളത് 1000 ദിനാർ കൊടുത്ത് വാങ്ങി എന്ന് പറയുന്നു. അതുകൊണ്ട് ഹസാർ ദിനാർ എന്ന ടൈറ്റിലിൽ വിളിക്കുന്നത് മാലിക് കഫൂറിനെയാണ്. ഡക്കാനിൽ സക്സസ്ഫുൾ എക്സ്പെഡിഷൻ നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ ടൈറ്റിലാണ് സെക്കൻഡ് അലക്സാണ്ടർ അഥവാ സിക്കന്ദർ ഇ സൈനി. പിന്നെ ആ സമയത്തെ മാപ്പ് ശ്രദ്ധിച്ചാലും മനസ്സിലാവും, യാദവാസ്, കക്കാത്തിയാസ്, ഹൊയ്സലാസ്, പാണ്ഡ്യാസ് ഒക്കെയായിരുന്നു ആ സമയത്ത് ഭരണം നടത്തുന്നത്. ഇതിന് ശേഷമാണ് നമ്മുടെ വിജയനഗറും ബഹ്മനി കിങ്ഡംസ് ഒക്കെ വരുന്നത്. അതിനു മുമ്പ് ഈ രീതിയിലായിരുന്നു സൗത്ത് ഇന്ത്യൻ പൊളിറ്റി. അപ്പോൾ ഇവിടെ രാമചന്ദ്രയാണ് ഭരിക്കുന്നത് 1308 1307 സമയത്ത്. പിന്നെ ഹൊയ്സലാസ്, കക്കാത്തിയാസ്. ഈ കക്കാത്തിയാസിൻ്റെ സമയത്ത് പറയുന്ന, ഇപ്പോൾ ഇതൊരു ഹിന്ദിയിലൊരു സാറിൻ്റെ നോട്ടാണ്, ആ സാറ് പറഞ്ഞൊരു പോയിൻ്റാണ് ഈ കോഹിനൂർ. നമ്മളെ ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കയ്യിലുള്ള കോഹിനൂർ ആദ്യമായിട്ട് കിട്ടുന്നത് ഇവർക്കാണ്, കോഹിനൂർ ഡയമണ്ട്. അപ്പോൾ മനുഷ്യൻ കണ്ടുപിടിച്ച ഏറ്റവും വലിയ ഡയമണ്ടാണ് കോഹിനൂർ ആദ്യമായിട്ട് കിട്ടുന്ന ഈ കക്കാത്തിയാസിനാണ്, വാറങ്കലിലെ. പിന്നീടാണ് അത് ഈ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഭാഗമായിട്ട് മാറുന്നു നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി. പിന്നീട് അത് നാദിർ ഷാ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകുന്നു. അവിടെ നിന്നാണ് പിന്നീട് അത് ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, കക്കാത്തിയ റൂൾ ഓഫ് വാറങ്കൽ. അപ്പോൾ 1311 ആ ടൈമിൽ, 1311-12 ആ ടൈം. പിന്നെയാണ് ഹൊയ്സലാസ് ഓഫ് ദ്വാർ സമുദ്ര, വീര് ബല്ലാൽ. പിന്നെ അവസാനം മധുരൈ, പാണ്ഡ്യാസിനെ അറ്റാക്ക് ചെയ്യുന്നു, അവിടുന്ന് സമ്പത്ത് കൈക്കലാക്കുന്നു. അപ്പോൾ ഒന്നും സ്ഥലങ്ങൾ അനക്സ് ചെയ്യുന്നില്ല, പക്ഷേങ്കിൽ ട്രിബ്യൂട്ട് കൊണ്ടുപോകുന്നു. പിന്നെ അലാവുദ്ദീൻ ഖിൽജിൻ്റെ പ്രധാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, 2 വാക്കുകൾ, ധാഗും ചെഹറിയും. അപ്പോൾ ധാഗ് എന്ന് പറയുമ്പോൾ കുതിരേനെ ഓർമ്മ വരണം, ചെഹ്റ എന്ന് പറയുമ്പോൾ സോൾജിയേഴ്സിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് റോള്. അപ്പോൾ ധാഗ് ആൻഡ് ചെഹ്റ. ഈ ധാഗ് എന്ന് പറയുന്നത് ഹോഴ്സിനുള്ള ബ്രാൻഡിങ്. അപ്പോൾ ഈ അലാവുദ്ദീൻ ഖിൽജിനെ പറ്റി മൊത്തത്തിൽ പറയുന്നത്, അദ്ദേഹം പിന്നെ പ്രധാനമായിട്ട് അന്നേരം മംഗോൾസിൻ്റെ അറ്റാക്ക് നടക്കുന്ന സമയമാണ്. അപ്പോൾ സാധാരണ ആ സമയത്തൊക്കെ ഈ ആർമി എന്ന് പറയുന്നത് യുദ്ധം വരുമ്പം ആർമി വിളിച്ചു ചേർക്കും. പിന്നെ യുദ്ധം കഴിയുമ്പം അവർ ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു ജോലിയെല്ലാം ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഒരു ഡൽഹിയിൽ ഒരു വലിയ റൂളർ വരുമ്പോൾ അയാൾക്ക് ചുറ്റും ചിലപ്പോൾ ലാൻഡ് ലോഡ്സ് ഉണ്ടാവും. ആ ലാൻഡ് ലോഡ്സിൻ്റെ കയ്യിൽ കുറച്ച് ആർമി ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ആർമി ഉണ്ടാവും. പക്ഷേങ്കിൽ അലാവുദ്ദീൻ ഖിൽജി സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡിങ് ആർമിയെ നിലനിർത്തുന്നുണ്ട്. അതായത് മംഗോൾസ് അടക്കം വലിയ അറ്റാക്കിന് സാധ്യതയില്ലതുകൊണ്ടും പിന്നെ ഒരു സെൻട്രലൈസ്ഡ് റൂളിനോടുള്ള താല്പര്യം കൊണ്ടും അദ്ദേഹം സ്റ്റാൻഡിങ് ആർമിയെ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ ആ ആർമീൻ്റെ എഫിഷ്യൻസിയും പിന്നെ പെർഫോമൻസും നല്ല രീതിയിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നല്ല ട്രെയിൻഡായ ഹോഴ്സുകൾ ഉണ്ടാകും. ആ ഹോഴ്സിൻ്റെയൊക്കെ ശരീരത്തിൽ ഇങ്ങനെ ഇപ്പം നമ്മൾ ഈ ആനക്കെല്ലാം പേരിടുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഈ പാണ്ടിപ്പടയിൽ ദിലീപിന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, നീ നമ്മളുടെ ടീമാന്ന് പറയുന്ന പോലെ, അവരുടെ പ്രധാനപ്പെട്ട ഹോഴ്സുകളെല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രാൻഡിങ് ഓഫ് ഹോഴ്സ് നടത്തുന്നുണ്ട്. അതാണ് സത്യം പറഞ്ഞാൽ ധാഗ്. പിന്നെ ചെഹ്റ എന്ന് പറയുമ്പോൾ ഹിന്ദിയിൽ ചെഹ്റ എന്ന് പറയുന്നത് മുഖമാണ്, ചെഹ്റ എന്ന് പറയുമ്പോൾ മുഖം. അപ്പോൾ പിന്നെ ആ സമയത്ത് ആർമീനെ സ്റ്റാൻഡിങ് ആർമിയാന്ന് പറഞ്ഞു. അപ്പോൾ ആർമീനെയൊക്കെ നിർത്തുമ്പോൾ ഇപ്പോഴത്തെ പോലെ ഫോട്ടോ എടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആധാർ കാർഡ് പോലെ നമ്പറോ ഒന്നും ഇല്ലാത്തതുകൊണ്ട്
ആ ആൾക്കാരുടെ മുഖം, ചെഹര എന്ന് പറഞ്ഞ മുഖം, ആ മുഖത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇത്ര നീളമുണ്ട്, പിന്നെ ഇന്നിന്നെയാണ് കാണാൻ, മീശ ഇത്രയാണ്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് അതായിരിക്കും. അപ്പോൾ സോൾജിയേഴ്സിൻ്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് റോൾ ഉണ്ടാക്കി. അപ്പോൾ അവരെ കൊണ്ടു നടക്കാനും അതുപോലെ അവർക്ക് ശമ്പളം കൊടുക്കാനും ഒക്കെ എളുപ്പമാണ്. ഫേക്ക് ആയിട്ടുള്ള ആളുകളൊന്നും വരില്ല. അപ്പോൾ ചെഹര എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ മുഖം എന്നാണ്. അപ്പോൾ ഇയാൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു നമുക്ക് ആധാർ കാർഡ് ഉണ്ടാക്കിയ പോലെ ആ സമയത്തെ സോൾജിയേഴ്സിന് വേണ്ടി ഒരു ഡിസ്ക്രിപ്റ്റീവ് റോൾ ഉണ്ടാക്കി, അതാണ് ചെഹര. അപ്പോൾ ഓർമ്മിക്കാൻ ചെഹര എന്ന് പറയുമ്പോൾ മുഖം. അപ്പോൾ ആൾക്കാർ മാറിപ്പോകാതെടുക്കുക സോൾജിയേഴ്സിൻ്റെ മുഖത്തിനെ പറ്റിയിട്ടൊക്കെ വർണ്ണിച്ച് വെച്ചു. ദാഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓർമ്മിക്കണം, ഹോഴ്സിനുള്ള ബ്രാൻഡിങ് ആണ്. ഒന്നിക്ക് ഡോഗ് എന്ന് ഓർമ്മിക്കുക, നായിനെയും കുതിരേനെയും വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഡോഗ് ഡാഗ് ആക്കി, അങ്ങനെ ഓർമ്മിക്കുക. അപ്പോൾ ഡാഗ് ചെഹര ഈ രണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അടുത്തതാണ് ഹെവി ടാക്സ് ഇമ്പോസ് ചെയ്തു. ബാക്കിയുള്ളവരിന് വ്യത്യാസമായിട്ട് ഹെവി ടാക്സ് ആണ് ഇദ്ദേഹം ഇമ്പോസ് ചെയ്യുന്നത്. അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഓഫീസറെയും നിർത്തി മുസ്തഖരാജ് കളക്റ്റഡ് ദ റവന്യൂ. അപ്പോൾ ആ സമയത്തുള്ള ലാൻഡൊക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്തു, ആ ലാൻഡിൻ്റെ ഷെയറും ഫിക്സ് ചെയ്തു. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ടാക്സുകളാണ്. എത്ര ടൈപ്പ് പുതിയ ടാക്സുകൾ കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ 3. അതാണ് ജസിയ നോൺ മുസ്ലിംസിനുള്ളത്, ഘർ എന്ന് പറഞ്ഞാൽ വീട്, ഘരായി എന്ന് പറഞ്ഞാൽ ഹൗസ് ടാക്സ്, പിന്നെ ചരായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രേസിങ് ആനിമൽസിന് ഗ്രാസ് ലാൻഡിനുള്ള പെസ്റ്റോറൽ ടാക്സ്. അടുത്തതാണ് പിന്നെ ആ കൂട്ടത്തിലുള്ള മറ്റൊരു ടാക്സ് പറയുന്നത് സക്കാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിംസ് കൊടുക്കുന്ന ടാക്സാണ് സക്കാത്ത്. അതുപോലെ ഖരാജ് എന്ന് പറഞ്ഞാൽ ഖരാജ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ പെസൻസ്, കൃഷിക്കാർക്കുള്ള ടാക്സാണ് ഖരാജ്. അപ്പോൾ കരം എന്നെല്ലാം പറയുമ്പോൾ നമുക്ക് കൃഷിക്കാർക്കുള്ള കരം, അതാണ് ഖരാജ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ റിച്ച് മുസ്ലിംസിന് ഇമ്പോസ് ചെയ്ത ടാക്സ്. ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ടൈപ്പ് ഓഫ് ടാക്സ് പെയ്ഡ് ബൈ കൾട്ടിവേറ്റേഴ്സ്. അടുത്തതാണ് അലാവുദ്ദീൻ ഖിൽജിൻ്റെ മാർക്കറ്റിൽ ഉണ്ടാക്കിയ റീഫോംസ്. പുതിയ 3 മാർക്കറ്റുകൾ ഏതെല്ലാം എന്ന് വെച്ചാൽ, ഒന്ന് ഫുഡ് ഗ്രെയിൻസിന്, പിന്നെ ക്ലോത്ത്, പിന്നെ ഹോഴ്സ്, സ്ലേവ്, കാറ്റിൽസ്. അപ്പോൾ അവർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓഫീസറാണ് ഷഹന ഈ മണ്ടി. പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയുന്നത്, കുറേ സ്പൈസ് ഉണ്ടായിരുന്നു ഇയാൾക്ക്. സ്പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേറൊരു സ്ഥലത്ത് വേഷം മാറിയിട്ട് അവരെ വിവരങ്ങളൊക്കെ ചോർത്താനല്ലേ, അതിന് പറയുന്ന പേരാണ് മുൻഹിയൻസും ബരീദ്. അപ്പം ഇങ്ങനെ സ്പൈസിനെയും കൂടെ അയാൾ എഫിഷ്യൻ്റായിട്ട് കൊണ്ടുവരുത്തിയിരുന്നു, ഒരു ഇൻ്റലിജൻ്റ് ഓഫീസേഴ്സ് പോലെ. അടുത്തതാണ് പിന്നെ വേറൊരു കാര്യം പറയുന്നതാണ്, അദ്ദേഹം ബിൽഡ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ അലൈ ഫോർട്ട്, ഈ കാണിക്കുന്ന അലൈ ഫോർട്ടും അതുപോലെ തന്നെ അലൈ ദർവാസ, ഇതാണ് അലൈ ദർവാസ. അതിൻ്റെ കൂടെ അലൈ ഫോർട്ടും ദർവാസ എന്ന് പറഞ്ഞാൽ എൻട്രൻസ്, ദർവാസ. പിന്നെ 1000 പില്ലറിൻ്റെ പാലസ്, ഹസാർ സുത്തൂൻ. പിന്നെ ഇവിടെ പറയുന്നത് മെയിൻറ്റെയിൻഡ് എ രജിസ്റ്റർ ഓഫ് മർച്ചൻസ്. പിന്നെ സറായ് ഇ അഡൽ, ഒരു ഓപ്പൺ മാർക്കറ്റിലേക്ക് എല്ലാ സാധനങ്ങളും വരുന്നതിന് പറയുന്നതാണ്. ഓപ്പൺ മാർക്കറ്റിൻ്റെ പേരാണ് സറായ് ഇ അദൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ കോർട്ടിലെ പ്രധാനപ്പെട്ട ഒരാളാണ് അമീർ ഖുസ്രു. ഇന്ത്യയിലെ തന്നെ ഖവായി മ്യൂസിക് സ്ഥാപിച്ച ആളാണ്, സൂഫി മ്യൂസിക് സ്ഥാപിച്ച ആളാണ്, കൊണ്ടുവന്ന ആളാണ് അമീർ ഖുസ്രു. ടൂട്ടി ഹിന്ദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്, അതായത് അതിൻ്റെ അർത്ഥം പാരറ്റ് ഓഫ് ഇന്ത്യ. പിന്നെ അമീർ ഖുസ്രു ആണ് തുഗ്ലക് നാമ എഴുതിയത്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് നൂ ഇ സിഫർ എന്നുള്ളത്. 1316 ആകുമ്പോഴേക്കും അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹം തുടങ്ങിയത് 1296 അലാവുദ്ദീൻ ഖിൽജി. 20 വർഷത്തെ റെയിൻ പീരീഡിന് ശേഷം 1316 അദ്ദേഹം മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഭരിച്ചുകൊണ്ടിരുന്നത് മാലിക് കഫൂർ ആയിരുന്നു, അതായത് ഹസാർ ദിനാറി. പിന്നെ അദ്ദേഹം അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ മകൻ്റെ പേരിൽ മകനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭരണം നടത്തുന്നു. മുബാറക് ഷായാണ് അദ്ദേഹത്തിൻ്റെ മകൻ. അത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മുബാറക് ഷാ ഈ ഹസാർ ദിനാറിയെ കൊന്നു. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള മറ്റേ അലാവുദ്ദീൻ ഖിൽജിൻ്റെ മകനായ ഒമറിനെയും കൂടെ കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഇദ്ദേഹം അധികാരത്തിൽ വരുന്നു. അപ്പോൾ ഈ മുബാറക് ഷാൻ്റെ കൂടെ കോർട്ടിലുണ്ടായിരുന്ന ഒരു ആളാണ് ഖുസ്രു ഖാൻ എന്നുള്ളത്. ഇയാളൊരു ഹിന്ദു റൂളറായിരുന്നു, ഒരു ഹിന്ദു ആണ്, ഇത് ഒരു സ്ലേവാണ്. പിന്നീട് കൺവേർഷൻ നടന്ന് മുസ്ലിം ആയ ആളാണ്. മേവാറിലെ നടത്തിയ എക്സ്പെഡിഷൻ സമയത്ത് സ്ലേവായിട്ട് ക്യാപ്ചർ ചെയ്തുകൊണ്ടുവന്ന ആളാണെന്നാണ് പറയുന്നത്. ഇവർ പിന്നെ വളരെ ക്ലോസ് റിലേഷനിലായിരുന്നു ഇവർ രണ്ടുപേരും. പിന്നീട് ഈ ഖുസ്രു ഖാൻ മുബാറക് ഷായെ വധിച്ചിട്ട് അധികാരത്തിൽ വരുന്നു.
പക്ഷെങ്കിൽ ഒരു മാസമോ അങ്ങനെ എന്തോ ആയിട്ടും ഭരണത്തിൽ വരുമ്പം തന്നെ അവരുടെ ആളുകളും നോബിൾസും ഒക്കെ എതിർപ്പ് വന്നു ഖുസ്രു ഖാനെതിരെ. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗവർണർ, ചെറിയ സ്ഥലത്തെ ഗവർണറായിരുന്ന ഗിയാസുദ്ദീൻ തുഗ്ലക്ക് ഈ ഖുസ്രു ഖാനും കൂടെ വധിച്ചിട്ട് മൊത്തത്തിൽ ഈ ഖിൽജി ഡൈനാസ്റ്റി ഇവിടെ അവസാനിക്കുക. ഇപ്പം ഡൽഹി സുൽത്താനേറ്റിലെ സ്ലേവ് ഡൈനാസ്റ്റി കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞു. രണ്ടാമത്തെ ഖിൽജി ഡൈനാസ്റ്റിയും ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്, അത് അടുത്ത ഇതിൻ്റെ കൂടെ.